ഇറാൻ കത്തുകയാണ്. തെരുവുകളിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പടരുമ്പോൾ പൗരന്മാർക്ക് കർശനമായ യാത്രാവിലക്കും ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു. അത്യാവശ്യമല്ലെങ്കിൽ ഇറാനിലേക്കും തലസ്ഥാനമായ ടെഹ്റാനിലേക്കുമുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിപ്പ് നൽകി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ യാത്രാ നിയന്ത്രണം തുടരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന വിവരം. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോടും ഇന്ത്യൻ വംശജരോടും ഇറാനിലുള്ള ഇന്ത്യൻ വംശജരോടും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിരന്തരം ശ്രദ്ധിക്കാനും അവിടുത്തെ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാനും നിർദ്ദേശമുണ്ട്. കൂടാതെ അവിടെ സ്ഥിരതാമസമാക്കിയ ഇന്ത്യക്കാർ ഇതുവരെ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പേര് വിവരങ്ങൾ എംബസിയിൽ സമർപ്പിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. രാജ്യത്തെ വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും കറൻസിയുടെ മൂല്യത്തകർച്ചയുമാണ് ജനങ്ങളെ ഇറാനിൽ തെരുവിലിറക്കിയത്. 78 നഗരങ്ങളിലായി 220-ലധികം സ്ഥലങ്ങളിൽ പ്രക്ഷോഭം പടർന്നു പിടിച്ചു കഴിഞ്ഞു. ഭരണമാറ്റം ആവശ്യപ്പെടുന്ന പ്രകടനക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ 20 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി, 1000-നടുത്ത ആളുകൾ അറസ്റ്റിലായതായും മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ടവരിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രതിഷേധക്കാരെ കലാപകാരികൾ എന്ന് വിളിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അവരെ കർശനമായി അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ചതോടെ രംഗം കൂടുതൽ വഷളാകുകയായിരുന്നു. ഇതിനിടെ സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്കെതിരെ അക്രമമുണ്ടായാൽ അമേരിക്ക ഇടപെടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ട്രംപിൻ്റെത് ശൂന്യമായിട്ടുള്ള വാചക കസർത്ത് മാത്രമാണെന്ന് പറഞ്ഞ ഖമനേയി ഇതിനെ തള്ളിക്കളയുകയാണ്. ഇറാനിലെ സ്ഥിതിഗതികൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംഘർഷം കടുക്കാനാണ് സാധ്യത. അതിനാൽ ഇറാനിലുള്ള ഇന്ത്യക്കാർ എംബസി നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.